MVDനെ കാണിക്കാനോ വേണ്ടിയിട്ട് ഒരു കാര്യം നിങ്ങൾ ചെയ്യണ്ട. ഞാൻ കണ്ടായിരുന്നല്ലേ ഇപ്പൊ ഇതല്ലേ. എന്താണ് പറയാനുള്ളത്? കുറച്ച് ടാസ്ക്കാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലിൻസി മരിയ. എൻ്റെ ചാനലിൻ്റെ പേരാണ് ലിച്ചൂസ് കൊച്ചിക്കാരി അച്ചായത്തി എന്നുള്ളത്. അത് ഓരോരോ ക്യാരക്ടേഴ്സാണ്. ലിച്ചൂസ് എന്ന് പറയുന്നത് ഒരു പാവം പെൺകുട്ടി, കൊച്ചിക്കാരി എന്ന് പറയുന്നത് എൻ്റെ വീട് വരുന്നത് എറണാകുളം വൈറ്റിലയിലായിട്ടാണ്. ബട്ട് ഞാൻ സംസാരിക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടർ വൈസ് ആണ് അങ്ങനെ കൊച്ചിക്കാരി എന്ന് ഇട്ടേക്കുന്നത്. പിന്നെ അച്ചായത്തിയിലേക്ക് എത്തിയിട്ടില്ല, എത്തണതേ ഉള്ളൂ. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ ഇന്നിപ്പോൾ അതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്യുന്നത്. റീസെൻ്റ്ലി എന്താണ്, എൻ്റെ ഒരു ഫ്രണ്ട് നമ്മളുടെ കോളേജിലേക്ക് വരുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇപ്പോൾ ആസ്റ്റർ മെഡിസിറ്റിൽ കിടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവനിപ്പോൾ 3 മാസമായി ഇപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അത് കഴിഞ്ഞിപ്പോൾ വീണ്ടും റീസെൻ്റ്ലി നമ്മുടെ കോളേജിൽ തന്നെയുള്ളൊരു കുട്ടിയും കൂടെ ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാനായിട്ട് വന്ന കാര്യങ്ങൾ ഇതൊന്നുമല്ല, ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ എല്ലാവരും കാണുക. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പല വീഡിയോസും പല ആളുകളിലേക്ക് എത്തുമ്പോഴത്തേക്ക് ആൾക്കാർ പല രീതിയിലാണ് എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടിട്ട് ഞാൻ പറയാണ്, പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവരും 18 വയസ്സാകുമ്പോൾ തന്നെ പോയി ലൈസൻസ് എടുക്കുക. ഈ ലൈസൻസിൻ്റെ കാര്യം ഇപ്പോൾ പറയാനായിട്ടുള്ള കാര്യം, അവന്മാർക്ക് ലൈസൻസ് ഇല്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു, അവന്മാർക്ക് ലൈസൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് വണ്ടി എടുക്കാനായിട്ട് വന്നേക്കുന്ന കുറേ പിള്ളേരുണ്ട്. അപ്പോൾ അവർക്ക് മിക്കവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ ലൈസൻസ് ഒന്നും ഇല്ലാത്തവരുണ്ട്, ആഗ്രഹത്തിന് പുറത്ത് വണ്ടി എടുക്കാനായിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം 18 വയസ്സാകുമ്പോൾ തന്നെ നിങ്ങൾ പോയിട്ട് ലൈസൻസ് എടുക്കുക. ഈ 16-17 വയസ്സുള്ളപ്പോൾ നിങ്ങൾ ഈ വണ്ടിയൊക്കെ എടുത്ത് കാറൊക്കെ എടുത്ത് പുറത്തോട്ട് പോയി വണ്ടിയൊക്കെ ഓടിച്ച് ഓരോന്ന് വരുത്തി വെക്കരുത്. കാരണം അത് പിന്നീട് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. എനിക്കിതൊരു മെസ്സേജ് പോലെ പറയണമെന്ന് തോന്നിയായിരുന്നു. കാരണം പല മാതാപിതാക്കളും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പിള്ളേരെല്ലാവരും കോളേജിലേക്ക് പോകുന്ന സമയത്ത് ബാക്കിയുള്ള പിള്ളേരൊക്കെ പുതിയ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കും അല്ലെങ്കിൽ പിള്ളേർക്കാണെന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ട് വണ്ടി എടുക്കണം, കൊണ്ടുപോകണം, ഓടിച്ചുകൊണ്ട് കോളേജിൽ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ഒരു ആഗ്രഹം കാണുമ്പോൾ എല്ലാ മാതാപിതാക്കളും വണ്ടി എടുത്തു കൊടുക്കും. പക്ഷേ മാതാപിതാക്കളെ നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, മക്കൾ അങ്ങനെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ അവർക്ക് ലൈസൻസ് എടുത്തു കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ അവർക്ക് വണ്ടി വാങ്ങിച്ചു കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈസൻസ് ഇല്ലാതെ നമ്മൾ പോയി വണ്ടിയൊക്കെ ഓടിച്ചിട്ട് ആരുടെ അടുത്തെങ്കിലും പോയിട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് കയറിയാലും മതി, ആർക്കാണെങ്കിലും 2 കൂട്ടർക്കാണെങ്കിലും പ്രശ്നം തന്നെയാണ്. പിന്നെ ഇൻഷുറൻസ് ലൈസൻസ് വണ്ടിയുടെ പേപ്പേഴ്സൊക്കെ എപ്പോഴും നിങ്ങൾ ക്ലിയർ ചെയ്ത് വെക്കുക. കാരണം ഏത് വഴിക്ക് എപ്പോഴാണ് എന്താ പറ്റണേന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ എനിക്കിത് എൻ്റെ കൂട്ടുകാർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്കാണ്. എന്നാൽ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കൂടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൻ. അപ്പോൾ അവൻ്റെ ഒരു പ്രസൻസ് ക്ലാസ്സിൽ ഇല്ലാത്തതിൽ ഇപ്പം ഞങ്ങൾക്ക് ക്ലാസ്സിലുള്ള എല്ലാവർക്കും നല്ല രീതിയിൽ അതുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ എൻ്റെ കൂട്ടുകാരനാണ്, അവനൊരു ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് അറിഞ്ഞത് കൊണ്ടിട്ടാണ് എനിക്ക് നിങ്ങളോടും കൂടെ ഒന്ന് പറയണമെന്ന് തോന്നി. ലൈസൻസ് എടുക്കുക എല്ലാവരും, ഇതെൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് നിങ്ങൾ കാണുക. കാരണം പല ആൾക്കാരുടെയും അനുഭവങ്ങളൊക്കെ ഞാൻ കാണുന്നതാണ്. ഇപ്പം അല്ല, ഞാനൊരു 7-8 കൊല്ലമായി ഞാനിപ്പോൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. അന്ന് മുതലേ കാണുന്നതാണ്. എല്ലാവരും ആഗ്രഹത്തിൻ്റെ പുറത്താണ് പോയി വണ്ടി എടുക്കുന്നത്. പക്ഷേ പലർക്കും ലൈസൻസ് ഉണ്ടാവാറില്ല. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നവരുണ്ട് ഇപ്പോഴും. നിങ്ങൾ മാക്സിമം ലൈസൻസൊക്കെ എടുത്തിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുക കേട്ടോ. കാരണം അതിൻ്റെ ഭവിഷ്യത്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അത് നിങ്ങളിലേക്ക് വന്ന് എത്തിച്ചേരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. അതുവരെ നമ്മൾ അത്ര കാര്യമൊക്കെ എടുക്കത്തില്ല. അപ്പോൾ ഇതെനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം ഓരോരുത്തരിലേക്ക് എങ്ങനെയാണ് എത്തുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ പറയണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. എന്തായാലും ലൈസൻസ് എടുക്കുക, 18 വയസ്സാകുമ്പോൾ തന്നെ പോയി ലൈസൻസ് എടുക്കുക. പിന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വീലറും 4 വീലറും ഒരുമിച്ച് എടുക്കുക. അല്ലാതെ ആദ്യം പോയിട്ട് 2 വീലർ എടുക്കുക. ഞാൻ ബൈക്ക് മാത്രമല്ല ഓടിക്കുന്നത്, അതുകൊണ്ട് എന്നാൽ പിന്നെ 2 വീലർ മാത്രം എടുക്കുക. അങ്ങനെ ചെയ്യരുത്. എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വീലറും 4 വീലറും എടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 21 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഹെവിയൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കുക. അതിന് മുമ്പായിട്ട് ഈ പറഞ്ഞ 2 ലൈസൻസ് പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് എടുക്കുക. അതാണ് എപ്പോഴും നല്ലത്. ഇതെനിക്ക് പറയണമെന്ന് തോന്നി. ബിക്കോസ് എൻ്റെ ഒരു മണ്ടത്തരം ഞാൻ പറയാമല്ല, ഞാനൊക്കെ ആദ്യമേ 2 വീലർ മാത്രമാണ് ഓടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ 2 വീലർ മാത്രം എടുത്താൽ പോരെയെന്ന്. പക്ഷേ എൻ്റെ കൂടെ ഉള്ളവർ എന്നെ കുറച്ച് മോട്ടിവേറ്റ് ചെയ്തപ്പോഴാണ് ആക്ച്വലി എന്നാൽ പിന്നെ 4 വീലറും കൂടെ എടുത്തേക്കാമെന്ന് വിചാരിച്ച് ഞാനും 2 വീലറും 4 വീലറും ഒരുമിച്ച് തന്നെ എടുത്തത്. സോ ഇതെനിക്കൊരു മെസ്സേജായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നെന്ന് തോന്നി, അതുകൊണ്ടിട്ട് പറഞ്ഞാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാന്നല്ല, എപ്പോഴും നിങ്ങൾ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. പേപ്പേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ലൈസൻസ്, ഇൻഷുറൻസ്, പൊല്യൂഷൻ, ഇതെല്ലാം
നിങ്ങൾ എടുത്തു നോക്കുക. MVDനെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ MVDനെ കാണിക്കാനോ വേണ്ടിയിട്ട് ഒരു കാര്യം നിങ്ങൾ ചെയ്യണ്ട. അങ്ങനെ ഞാൻ പറയുന്നില്ല. എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ ലൈഫാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കാണ് അത് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. സോ ഒരു ദിവസം അവൻ ഇപ്പൊ ആസ്റ്റർ മെഡിസിറ്റിലാണ് എൻ്റെ ഫ്രണ്ട് കിടക്കുന്നത്. ഒരു ഇറക്കം കിടക്കുന്നത് മെഡിക്കൽ ട്രസ്റ്റിലാണ്. അവൻ എൻ്റെ ക്ലാസ്സിലല്ല, അതുകൊണ്ട് എനിക്കറിയില്ല. എൻ്റെ ഫ്രണ്ട് ഒരു ദിവസം കിടക്കുന്നതിന് 7500 രൂപയാണ് എന്താണ് അവിടെ റൂമിൽ കിടക്കുന്നതിന്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഒരു 10 മാസം കിടക്കുമ്പോൾ എത്ര രൂപയാവുന്നുള്ളൂ. ഇപ്പോൾ 3 മാസമായി അവൻ ആസ്റ്റർ മെഡിസിറ്റിയിൽ കിടക്കാനായിട്ട് തുടങ്ങിയിട്ട്. സോ വണ്ടി ഇടിച്ച ഡ്രൈവറാ. അയ്യോ അതിൻ്റെ കാര്യം ഞാൻ വേറെ പറയാം. ഒരു ടാക്സി പോവാണോ? ഓക്കെ ബൈ. എന്താണ് ഈ ആക്സിഡൻറ്റ് അന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് കോളേജിലേക്ക് വരുമായിരുന്നു. അപ്പോൾ ഒരു വളവിൽ വെച്ചിട്ടാണ് ഒരു ടാക്സിക്കാരനാണ് അവൻ ഇടിച്ചിട്ട് പുള്ളിയുടെ വഴിക്ക് പുള്ളി പോയി. ടാക്സിക്കാരൻ്റെ മിസ്റ്റേക്കാണ്. പുള്ളിയുടെ പാട്ടിന് പോയി. അത് നിങ്ങൾ ദയവ് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. കാരണം നിങ്ങളുടെ കണ്ണാലാണ് ഇപ്പം നിങ്ങളെല്ലാം വണ്ടി ഇടിച്ചേക്കണത്. നിങ്ങൾ റോട്ടിൽ വെച്ചിട്ട് ഒരാൾ വണ്ടി ഇടിച്ച് കിടക്കുകയാണെന്ന് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അത് സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ അയാളൊന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ വരുന്നത് വരെ നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യും. ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഉള്ള കാര്യം പറയാം. ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് പൈസ ആയിട്ടൊന്നും ആ സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന ആ സമയത്ത് എനിക്ക് കാർ ഉണ്ടായതുകൊണ്ട് കാറിൽ ഞാൻ ആ പുള്ളീനെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് പൈസ ആയിട്ട് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരാൾ ആക്സിഡൻ്റ് ആയി കിടക്കുന്നത് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ എത്തിക്കുക. അങ്ങനെയെങ്കിലും നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഈ ടാക്സിക്കാരൻ ഇവന് ഇടിച്ചിട്ടിട്ട് പോയി. പുള്ളി പിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ വന്ന് അന്വേഷിക്കുക, അല്ലെങ്കിൽ ആരാണ് എന്താന്ന് പോലും അന്വേഷിക്കാതെ പുള്ളിയുടെ പാട്ടിന് പോയി. ഇങ്ങനെയാണോ ടാക്സിക്കാരൊക്കെ? ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയണില്ല. നല്ലവരായിട്ടുള്ള ടാക്സിക്കാരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ പുള്ളി ഇങ്ങനെ കാണിച്ചത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ അങ്ങനെയുള്ള കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കുക. പുള്ളി റോങ് ആയിട്ട് വന്ന് കയറിയത് കൊണ്ടിട്ടാണ് കേട്ടോ അവനെ വന്ന് ഇടിച്ച് കുറച്ച് ടാസ്ക് ആയി പോയി അവന്. എന്താണ് അത് ഞാൻ പറയണില്ല. പറയുമ്പോൾ എനിക്കത് ഭയങ്കര സങ്കടവും. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൻ. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എനിക്കത് പറയണമെന്ന് തോന്നി വീഡിയോയിൽ, അതുകൊണ്ടിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അത് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളിപ്പോൾ പല ആൾക്കാരും MVDനെ പേടിച്ചിട്ടാണ് അങ്ങനെയല്ല. അങ്ങനെ MVDനെ മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യല്ലേ, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം ഇത് നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ്. MVDനെ കാണിക്കാനോ അല്ലെങ്കിൽ സർക്കാരിനെ ബോധിപ്പിക്കാനോ വേണ്ടിയിട്ട് മാത്രമല്ല. നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ വീട്ടിലിരിക്കുന്നവരാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കാണുന്നത്. അപ്പം അതുകൊണ്ടിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും ചെയ്തു വെക്കുക. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്കത് പിന്നീടേ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ശരി.